വ്യൂവേഴ്സ്, എന്തുകൊണ്ടായിരിക്കാം ചില സ്ത്രീകൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുന്നത്? അങ്ങനെയല്ലേ ആ വാക്ക് പറയാം. എന്തായിരിക്കാം റീസൺ? ഇതുകൊണ്ട് വല്ല ബെനിഫിറ്റ്സ് ഉണ്ടോ? ഇതിൻ്റെ പുറകിൽ കുറച്ച് സ്റ്റഡീസൊക്കെ നടന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, നമുക്ക് നോക്കാം. ഒരു ഉപകാരമുള്ള കാര്യം പറയട്ടെ. കുക്കു എഫ്.എം ഫ്രീ ആയിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അതും നമ്മളുടെ കാമസൂത്രനെ പറ്റി. കാമസൂത്രൻ്റെ അതിൽ സത്തം മൊത്തം ക്രോഡീകരിച്ച ഓഡിയോ ബുക്ക് നമ്മൾ കുക്കു എഫ്.എമ്മിൽ ലഭ്യമാണ് അല്ലേ? ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കേൾക്കാനൊരു അവസരമുണ്ട്. ഇപ്പോൾ 7 ദിവസത്തേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് മാത്രമല്ല, ഏത് ബുക്സ് വേണമെങ്കിലും, ഇപ്പം ഒരുപാട് ബുക്സ് അതിലുണ്ട്. ആ ബുക്സ് എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് 7 ദിവസം കുക്കു എഫ്.എം അവസരം തരികയാണ്. അപ്പോൾ കാമസൂത്ര എന്നൊക്കെ പറയുമ്പം ഒരു ലൈംഗികതയെ കലയായിട്ട് കാണുന്ന ഒരു ബുക്കാണ് അല്ലേ? അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, രണ്ടുപേരുടെ മാനസിക അവസ്ഥകൾ എങ്ങനെയായിരിക്കും അവർ ഉത്തേജിപ്പിക്കേണ്ടത്, ഒരാണിൻ്റെയും പെണ്ണിൻ്റെയും മാനസിക ശാരീരികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും പറ്റി വിവരിക്കുന്ന, പൊസിഷനെ പറ്റിയിട്ടൊക്കെ വിവരിക്കുന്ന സൂപ്പർ ബുക്കാണ് അല്ലേ? അപ്പോൾ അത് കേൾക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും, പിന്നെ ഒരുപാട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, കുട്ടികളെ ലൈംഗിക വിദ്യാഭ്യാസമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ബുക്സ് അവിടെയുണ്ട്. നിങ്ങൾക്ക് ഫ്രീ ആണ് 7 ദിവസത്തേക്ക്. ആദ്യത്തെ പ്രോസസ്സ് പോലെ തന്നെ 2 രൂപ കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആ 2 രൂപ കുറച്ച് നേരം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് തന്നെ എത്തും. എന്നിട്ട് 7 ദിവസം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് ഓഡിയോ ബുക്സ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ അവസരമുണ്ട്. എന്നിട്ട് 7 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് 99 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ സംതൃപ്തനാണെങ്കിൽ, പിറ്റേ ദിവസം മുതൽ നിങ്ങൾക്ക് 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു മാസം ഫുള്ള് നിങ്ങൾക്ക് ഒരുപാട് ബുക്സ് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് അത് കേൾക്കാൻ താല്പര്യമില്ലേ? വേണ്ട, സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ട, അങ്ങനെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ. എന്നിട്ട് ഈ ഓഡിയോ ബുക്സ് കിട്ടിയ അവസരം വേഗം കേട്ടോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് 99 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് റീചാർജ് ചെയ്തോളൂ. ഓക്കെ, അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമൻ്റായിട്ടും കൊടുത്തേക്കാം. അപ്പോൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. യൂണിവേഴ്സിറ്റി ഓഫ് ലീഡ്സിൽ നടത്തിയ റിസർച്ച് അനുസരിച്ച് അവർ പബ്ലിഷ് ചെയ്തതിൽ കോപ്പുലേറ്ററി വോക്കലൈസേഷൻ എന്നാണ് ഇതിന് പേരിട്ടേക്കുന്നത്. വല്ലാത്തൊരു പേരെന്നല്ലേ. ഈ ബിഹേവിയറിനെ പറയുന്ന പേര് ഇങ്ങനെയാണ്. അവർ റിസർച്ച് പകരം പറയുന്നത് ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള സ്ത്രീകളിൽ, ആണും പെണ്ണുമായിട്ട് ലൈംഗികബന്ധത്തിന് താല്പര്യമുള്ള അവരിൽ, അങ്ങനെയുള്ള ആളുകളിൽ 18 വയസ്സ് തൊട്ട് 48 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, അങ്ങനെയുള്ള ഇടയിലുള്ള സ്ത്രീകളിലാണ് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് കാണപ്പെടുന്നത്. എന്നാൽ ഇത് എല്ലാ സ്ത്രീകളും ചെയ്യുന്നൊന്നുമില്ല അല്ലേ? മിക്ക സ്ത്രീകളും അവരുടെ രതിമൂർച്ചയിലെത്താനാകുമ്പോൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. എന്നാൽ 66% വരുന്ന സ്ത്രീകളും പുരുഷന് അവരുടെ രതിമൂർച്ചയിലേക്ക് എത്താനാകുമ്പോൾ ഇങ്ങനെയുള്ള സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. 87% വരുന്ന സ്ത്രീകൾ തൻ്റെ പുരുഷന് സെൽഫ് എസ്റ്റീം കൂടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ചില സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് വേദന എടുക്കും, ആ ഡിസ്കംഫർട്ട് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ചില സ്ത്രീകൾ ഫേക്കായിട്ട് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷൻ വിചാരിക്കും ഞാൻ ചെയ്യുന്നത് ശരിയാണ്, അതുകൊണ്ടാണ് ഇവള് അത് എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ട് എടുക്കുന്നത് വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്യും. എന്നാൽ സ്ത്രീ വിചാരിക്കുന്നത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഫേക്കായിട്ട് ആളൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അപ്പോൾ ആളെ മിസ്ലീഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫേക്കായിട്ട് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് സൗണ്ട് വരുന്നുണ്ടോ നാച്ചുറലായിട്ട്, അപ്പോൾ മാത്രം എടുക്കാൻ നോക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഫേക്ക് ചെയ്യാതെ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് തോന്നുമ്പോൾ ചെയ്യുന്ന സൗണ്ടാണെങ്കിൽ, അങ്ങനെ പുറത്ത് വരുന്ന സൗണ്ടാണെങ്കിൽ നല്ലതാണ്. കാരണം പുരുഷന് ഇവളിത് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാനും അവരെ നന്നായിട്ട് ലീഡ് ചെയ്യാനും ഒക്കെ അവർക്കതൊരു സൈനായിട്ട് എടുക്കാവുന്നതാണ്. സ്റ്റഡീസ് പറയുന്നത് സെക്സി ആയിട്ടുള്ള ഈ സൗണ്ട് പുരുഷനെ എൻകറേജ് ചെയ്യാനും മാത്രമല്ല അവർക്ക് വളരെ നന്നായിട്ട് ഓണാവാനും ഏറ്റവും നന്നായിട്ട് ലൈംഗികത ആസ്വദിക്കാനും അവർക്ക് നല്ലൊരു രതിമൂർച്ച കിട്ടാനും ഇതിലൂടെ സഹായിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ ഇത് കേട്ടിട്ട് ഫേക്കായിട്ട് എന്നൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഫേക്കാന്ന് കണ്ടുപിടിക്കുകയും അത് നല്ലതല്ല. പിന്നെ പല വീടുകളിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാൻ പറ്റത്തില്ല. കാരണം അടുത്ത റൂമിലുള്ള ആൾക്കാർ കേൾക്കുമോ, അച്ഛനും അമ്മയും കേൾക്കുമോ, കുട്ടികൾ കേൾക്കുമോ എന്നുള്ള ഇതിൽ അവർ സപ്രസ് ചെയ്തിട്ടായിരിക്കും. അവർക്ക് ശരിയായ രീതിയിൽ ലൈംഗികത ആസ്വദിക്കാനേ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളവർ ഇടയ്ക്കൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് പോവുക, പങ്കാളികളെ 1-2 ദിവസമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റേ ചെയ്യുക, എൻജോയ് ചെയ്യുക, ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക കേട്ടോ. ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സൗണ്ട് വരുന്നത് പൊത്തി പിടിച്ചിട്ട് ശരിയായ രീതിയിൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി കമൻറ്റ് ബോക്സിൽ ഈ കമൻറ്റ് വന്നേക്കില്ല ശിശിര ഒച്ച ഇടുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.